Hello everyone, welcome back to the continuation of the essay Francis Bacon's Of Studies. കഴിഞ്ഞ വീഡിയോ നമ്മൾ എവിടെയായിരുന്നു അവസാനിപ്പിച്ചത് എന്നൊന്ന് ഓർമ്മപ്പെടുത്താം. ഏത് പോയിന്റ് ആയിരുന്നു? Read not to contradict and confute, not to believe and take for granted, not to find talk and discourse, but to weigh and consider. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കി നോക്കാം. Some books are to be tasted, others to be swallowed, and some few to be chewed and digested. ഫ്രാൻസിസ് ബേക്കൻ്റെ മോസ്റ്റ് കോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ആണ്. സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അതേഴ്സ് ആർ ടു ബി സാലോഡ്, ആൻഡ് സം ഫ്യൂ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. ഇനി ഇവിടെ ബേക്കൺ ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് റീഡിങ് ബുക്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെല്ലാ ബുക്സും ഒരേ രീതിയിലല്ല അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബുക്സിനെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് ഇനിയിവിടെ പറയാൻ പോകുന്നത്. എന്താണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്? സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്. ചില ബുക്സുകൾ ടേസ്റ്റ് ചെയ്യാൻ മാത്രമുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ ആ ഫുഡ് ഐറ്റം നമ്മൾ മുഴുവനായിട്ട് കഴിക്കുന്നില്ല, പക്ഷേ നമ്മളത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ചില ബുക്സും. എന്താണ്? സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് താഴെ നൽകിയിട്ടുള്ളത്. സം ബുക്സ് ആർ ടു ബി റീഡ് ഓൺലി ഇൻ പാർട്സ്. ചില ബുക്സുകൾ എന്താണ്, നമ്മൾ അത് മുഴുവനായിട്ടും വായിച്ചെടുക്കണമെന്നില്ല, പക്ഷെ അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് വായിക്കേണ്ടതായിട്ടുള്ളൂ. നമുക്കതിൻ്റെ ഒരു ഓവർവ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ജസ്റ്റ് അതിൻ്റെ ചില ഭാഗങ്ങൾ, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം വായിച്ചു പോയാൽ മതി. അല്ലാതെ ആ ബുക്സ് മുഴുവനും നമ്മൾ വായിച്ച് തീർക്കണമെന്നില്ല. സോ സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്. ചില ബുക്കുകൾ എന്താണ്, രുചിച്ച് നോക്കുന്നത്. നമ്മളൊരു ഫുഡ് രുചിച്ച് നോക്കുന്നത് എന്താണ് അതിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ടാണല്ലേ. അതുപോലെ തന്നെ സിമിലർലി ഒരു ബുക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം വായിച്ചു പോകുക. കാരണം അതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ഓവർവ്യൂ ഉണ്ടായിരിക്കണം, എന്താണ് ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ എന്നത്. സോ സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ് മീൻസ് സം ബുക്സ് ആർ ടു ബി റീഡ് ഓൺലി ഇൻ പാർട്സ് എന്നൊരു മീനിങ് ആണ്. അടുത്തത് എന്താണ് പറയുന്നത്? അതേഴ്സ് ആർ ടു ബി സാലോഡ്. ചില ബുക്സുകൾ നമുക്ക് സാലോ ചെയ്യാനുള്ളതാണെന്നാണ്. സം ബുക്സ് ആർ ടു ബി സാലോഡ് മീൻസ് സം ബുക്സ് ആർ ടു ബി റീഡ് ബട്ട് നോട്ട് ക്യൂരിയസ്ലി. ഇവിടെ നൽകിയിട്ടുണ്ട് അതേഴ്സ് ടു ബി റീഡ് ബട്ട് നോട്ട് ക്യൂരിയസ്ലി എന്ന്. ചില ബുക്സുകൾ എന്താണ്, നമുക്ക് വായിക്കാം, പക്ഷെ വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മൾ വായിക്കണമെന്നില്ല. വായിക്കാവുന്നതാണ്, പക്ഷെ അത്രയും ക്യൂരിയസ് ആയിട്ട് നമ്മൾ വായിക്കണമെന്നില്ല. നിങ്ങൾക്കത് വായിക്കാം, പക്ഷെ സീരിയസ് ആയിട്ടല്ല. നമ്മളിപ്പോൾ ഒരു കഥ വായിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ഫിക്ഷൻസോ കാര്യങ്ങളൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വായിക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, അത്രയും സീരിയസ് ആയിട്ടൊന്നല്ല നമ്മളത് കൈകാര്യം ചെയ്യുന്നത്, അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ അതേഴ്സ് ആർ ടു ബി സാലോഡ്. സം ബുക്സ് എന്തിനു വേണ്ടിയിട്ടാണ്? സാലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് സം ഫ്യൂ ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. Some books are to be chewed and digested means some books are to be read wholly and with diligence and attention. ചില ബുക്സ് നമ്മൾ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഇപ്പം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ പോയിന്റ് എന്താണ്, ചില ബുക്സ് നമ്മൾ വായിക്കാം, പക്ഷെ അത്ര സീരിയസ് ആയിട്ടൊന്നും വായിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതേ ഒരു രീതിയിലാണോ നമ്മളൊരു സെമിനാർ പ്രസൻറ്റേഷൻ, നമുക്ക് നാളെ ക്ലാസ്സിലൊരു സെമിനാർ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ വായിച്ചു പോയാൽ നമുക്ക് 1 മണിക്കൂറോളം ഒരു സെമിനാർ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഇപ്പോൾ നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ്, അപ്പോൾ നമ്മൾ സം ബുക്സ് ആർ ടു ബി സാലോഡ് എന്ന രീതിയിൽ വായിച്ചു പോയാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയുമോ? ഇല്ല. അത് നമ്മൾ എന്താണ്, ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ സാലോ ചെയ്താൽ മതിയോ? അങ്ങനെയല്ല. നമ്മളെന്താണ്, ഈച്ച് ആൻഡ് എവരി പാർട്ട് റീഡ് ചെയ്യണം. എന്താണ്, ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ് എന്നാണ് പറയുന്നത്. ച്യൂഡ് ചെയ്യണം, അതുപോലെ തന്നെ അത് ഡൈജസ്റ്റ് ചെയ്യണം. ചില ബുക്സ് നമ്മൾ വളരെ
ഫോക്കസ് ചെയ്തുകൊണ്ട് വായിക്കണം, കോൺസെൻട്രേഷൻ നൽകിക്കൊണ്ട് തന്നെ വായിക്കുകയും അതിൽ നിന്ന് കിട്ടിയ നോളജ് എന്താണ് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യണം. സോ സം ബുക്സ് ആർ ടു ബി chewed and digested means some books are to be read wholly and with diligence and attention. കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചില ബുക്സുകൾ നമ്മൾ വായിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 3 ways ഓഫ് അപ്രോച്ചിങ് എ ബുക്കാണ് പറയുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് തരത്തിലുള്ള ബുക്സിനെ അപ്രോച്ച് ചെയ്യേണ്ട 3 തരത്തിലുള്ള രീതികളാണ് പറഞ്ഞിട്ടുള്ളത്. സം ബുക്സ് ആർ ടു ബി tasted, others are to be swallowed and some few to be chewed and digested. ചില ബുക്സുകൾ നമുക്ക് എന്താണ് അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ വായിക്കേണ്ടി വരുന്നുള്ളൂ. മറ്റ് ചില ബുക്സുകൾ നമുക്ക് വായിക്കാം, പക്ഷെ അത്രയും സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് വായിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ മാഗസീൻസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെയാണ്. ദെൻ എന്താണ് പറയുന്നത്, ചില ബുക്കുകളോ അത് ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്. ചില ബുക്സുകൾ നമ്മൾ കോൺസെൻട്രേഷൻ നൽകിക്കൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും വായിച്ചെടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന നോളജ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് അപ്ലൈ ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. Some books also may be read by deputy and extracts made of them by others, but that would be only in the less important arguments and the meaner sort of books. Else, distilled books are like common distilled waters, flashy things. അതായത് നമ്മളിപ്പോൾ എല്ലാ ബുക്സുകളും മുഴുവനായിട്ട് വായിച്ചിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതേസമയം ഈ ബുക്സുകളുടെ എല്ലാം അബ്സ്ട്രാക്റ്റ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ, അതിൻ്റെ സമ്മറി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സുകളൊക്കെ നമുക്ക് നമ്മുടെ തീസിസ് അല്ലെങ്കിൽ നമ്മളൊരു സെമിനാർ പ്രസൻറ്റേഷൻ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈമറി സോഴ്സസ് തന്നെ വായിക്കണം. പക്ഷെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വർക്ക്സുകൾ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ചില വർക്ക്സുകൾ ഉണ്ടെങ്കിൽ, ചില ബുക്സുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മറിയോ അല്ലെങ്കിൽ അതിൻ്റെ അബ്സ്ട്രാക്റ്റോ മറ്റ് ഓതേഴ്സ് എഴുതിയിട്ടുണ്ടായിരിക്കും, മറ്റുള്ള ആളുകൾ എഴുതിയിട്ടുണ്ടായിരിക്കും. സോ ചില ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ബുക്സിൻ്റെ അബ്സ്ട്രാക്റ്റ് വായിച്ചാലും മതി എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. എന്നാൽ അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ചില ബുക്സിൻ്റെ അബ്സ്ട്രാക്റ്റ് വായിച്ചാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ പ്രൈമറി സോഴ്സസിൻ്റെ സമ്മറി എഴുതുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അബ്സ്ട്രാക്റ്റ് എഴുതുന്നതെല്ലാം വായിക്കുന്നത് അതിനെല്ലാം ഒരു മീനർ സോർട്സ് ഓഫ് ബുക്സ് ആയിട്ടാണ് കാണുന്നത്. അതായത് നമ്മളൊരു പ്രൈമറി സോഴ്സ് വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പേഴ്സ്പെക്റ്റീവ് എന്താണോ, നമുക്ക് ഡയറക്റ്റായിട്ട് ലഭിക്കുന്ന നോളേജ് എന്താണോ അതായിരിക്കില്ല മറ്റൊരാൾ ആ ബുക്കിനെ കുറിച്ചിട്ട് എഴുതിയ സമ്മറിയിൽ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു, പേഴ്സൺ എയുടെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞു. ആ കാര്യം പേഴ്സൺ എ പേഴ്സൺ ബിയുടെ അടുത്ത് പറയുമ്പോൾ തീർച്ചയായിട്ടും വേരിയേഷൻസ് വരും അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഒരു പ്രൈമറി സോഴ്സ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ നോളേജും ഒരു പക്ഷേ ഒരു അബ്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു സമ്മറിയോ വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. സോ അതെല്ലാം മീനർ സോഴ്സ് ഓഫ് ബുക്സ് ആണ് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അബ്സ്ട്രാക്റ്റിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമ്മറിയെ എല്ലാം അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്, അവയെല്ലാം ഡിസ്റ്റിൽഡ് ബുക്സ് ആണ് എന്നാണ് പറയുന്നത്. അവയെല്ലാം ഡിസ്റ്റിൽഡ് ബുക്സ് ആണ്. നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയും അല്ലേ. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ അത് ടേസ്റ്റ്ലെസ് ആണ്. യഥാർത്ഥ വെള്ളം എന്നല്ല, നമ്മളെ കിണറ്റിലെ വെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് എന്താണ് ഡിസ്റ്റിൽഡ് വാട്ടേഴ്സിന് ഉണ്ടായിരിക്കില്ല അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ഈ അബ്സ്ട്രാക്റ്റ് ഓഫ് ബുക്സ് അല്ലെങ്കിൽ സമ്മറി ഓഫ് ബുക്സ് ലൈക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ, അത് ഫ്ലാഷി തിങ്സ് ആണ്, അതെന്താണ് ടേസ്റ്റ്ലെസ് ആണ് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. സോ അബ്സ്ട്രാക്റ്റ് ഓഫ് എ ബുക്ക് വുഡ് ബി ആസ് ടേസ്റ്റ്ലെസ് ആസ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഒന്നുകൂടി സമ്മപ്പ് ചെയ്യാം.
Some books also may be read by deputy and extracts made of them by others. ചില ബുക്സുകൾ എന്താണ്, നമുക്കതിൻ്റെ എക്സ്ട്രാക്ട്സോ അല്ലെങ്കിൽ സമ്മറിയോ വായിച്ചാൽ മതി. പക്ഷെ അത്തരത്തിലുള്ള ബുക്സുകളെല്ലാം എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്? മീനർ സോർട്സ് ഓഫ് ബുക്സ് ആയിട്ടാണ് ഫ്രാൻസിസ് ബേക്കൺ കൺസിഡർ ചെയ്യുന്നത്. അതായത് പ്രൈമറി സോഴ്സിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഒരു റീഡറിന് വായിച്ചെടുക്കാൻ കഴിയുന്ന നോളജും കാര്യങ്ങളൊന്നും ഒരു പക്ഷേ മറ്റൊരാൾ എഴുതിയിട്ടുള്ള സമ്മറി വായിച്ചെടുക്കുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് മീനർ സോർട്സ് ഓഫ് ബുക്സ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ്? ഇത്തരത്തിലുള്ള എക്സ്ട്രാക്ട്സ് അല്ലെങ്കിൽ സമ്മറീസ് എല്ലാം ലൈക്ക് ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ് എന്നാണ് പറയുന്നത്. അവയെ ഡിസ്റ്റിൽഡ് ബുക്സ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം അവ ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ് പോലെയാണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഫ്ലാഷി തിങ്സ്, അത് ടേസ്റ്റ്ലെസ് ആണ് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിൽ വെക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, റീഡിങ് അബ്സ്ട്രാക്ട് ഓഫ് എ ബുക്ക് വുഡ് ബി ആസ് ടേസ്റ്റ്ലെസ് ആസ് ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ്. ഫ്ലാഷി തിങ്സ് ആണ്, അവയെ ഫ്ലാഷി തിങ്സ് ആയിട്ടാണ് ഫ്രാൻസിസ് ബേക്കൺ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈമറി സോഴ്സിൻ്റെ സമ്മറി നമ്മൾ വായിക്കുക എന്ന് പറയുന്നത് അത് ലൈക്ക് ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ്, അവയെല്ലാം ഡിസ്റ്റിൽഡ് ബുക്സ് ആണ്, ലൈക്ക് ഡിസ്റ്റിൽഡ് വാട്ടേഴ്സ്. അത് ഫ്ലാഷി തിങ്സ് ആണ്, ടേസ്റ്റ്ലെസ് ആണ് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ, കോൺഫിഡൻസ് എ റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് ആൻ എക്സാക്ട് മാൻ. ഇവിടെ റീഡിംഗ്, കോൺഫറൻസ് മീൻസ് കോൺവെർസേഷൻ അല്ലെങ്കിൽ ടോക്കിംഗ് എന്ന മീനിങ് ആണ്. ദെൻ റൈറ്റിംഗ്, ഈ മൂന്ന് കാര്യങ്ങളും ഒരു വ്യക്തിയിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ മീൻസ് റീഡിംഗ് ഒരു വ്യക്തിയെ കംപ്ലീറ്റ് ആക്കുന്നു. അതായത് റീഡിങ്ങിലൂടെ നമുക്ക് ഒരുപാട് നോളേജ് അക്യൂർ ചെയ്തെടുക്കാൻ സാധിക്കുന്നു. സോ റീഡിങ്ങിലൂടെ നമുക്കൊരു നോളജബിൾ പേഴ്സൺ ആയി മാറാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ, റീഡിങ്ങിലൂടെ നമുക്ക് ഒരു വ്യക്തിക്ക് കംപ്ലീറ്റ് ആകാൻ കഴിയുന്നു, നോളജബിൾ പേഴ്സണായി മാറാൻ സാധിക്കുന്നുണ്ട്. ദെൻ കോൺഫിഡൻസ് എ റെഡി മാൻ, അതായത് നമുക്ക് കോൺഫിഡൻസിലൂടെ ഏതൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് എപ്പോൾ ഓൺ ദി സ്പോട്ടിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു വില്ലിങ്നെസ് ഉണ്ടാകുക, അത് നമുക്ക് കോൺഫിഡൻസിലൂടെയാണ് നേടിയെടുക്കാൻ കഴിയുന്നത്. ഓൺ ദ സ്പോട്ടിൽ നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു എബിലിറ്റീനെയാണ് കോൺഫിഡൻസിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. സോ കോൺഫിഡൻസ് മേക്സ് എ റെഡി മാൻ. ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ച് പറയാനുള്ളൊരു വില്ലിങ്നെസ്, ആ ഒരു സ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് കോൺഫിഡൻസിലൂടെയാണ്. സോ കോൺഫിഡൻസ് മേക്സ് എ റെഡി മാൻ. ദെൻ റൈറ്റിംഗ് മേക്സ് ആൻ എക്സാക്ട് മാൻ. റൈറ്റിങ്ങിലൂടെ നമുക്ക് എന്താണ്, നമ്മൾ നേടിയെടുത്ത അക്യൂർ ചെയ്ത നോളജ് എല്ലാം നമുക്ക് എന്താണ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ആ കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ ഫ്യൂച്ചർ റെഫറൻസിലോട്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ എഴുതി വെച്ച കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ചിന്താഗതികളെ അല്ലെങ്കിൽ നമ്മുടെ ആശയങ്ങളെല്ലാം കൂടുതൽ ഷാർപ്പൺ ചെയ്യും. അതുകൊണ്ടാണ് റൈറ്റിംഗ് മേക്സ് ആൻ എക്സാക്ട് മാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ റീഡിംഗ് മേക്സ് എ ഫുൾ മാൻ, then conference makes a ready man, then writing makes a exact man. Okay, ഇനി താഴെ കൊടുത്തിട്ടുള്ള പോയിന്റ് എന്താണ്? And therefore, if a man write little, he had need have a great memory. If he confer little, he had need have a present wit, and if he read little, he had need have much cunning to seem to know that he does not. അതായത് നമുക്ക് വായിക്കുമ്പോഴാണ് നമ്മൾ നോളജബിൾ ആവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള സ്കില്ല് കോൺഫിഡൻസിലൂടെ ലഭിക്കുന്നുണ്ട്. റൈറ്റിങ്ങിലൂടെ നമുക്കൊരു എക്സാക്ട് മാൻ ആകാൻ കഴിയുന്നുണ്ട്. ഇനി ഒരു വ്യക്തി, ഇഫ് എ മാൻ റൈറ്റ്
ലിറ്റിൽ, അധികം എഴുതാത്തൊരു വ്യക്തിയാണെങ്കിൽ ഹി ഹാവ് എ ഗ്രേറ്റ് മെമ്മറി. നമ്മൾ നമ്മുടെ ശീലം തന്നെ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ എവിടെയെങ്കിലും വായിച്ചൊരു അറിവ് കിട്ടിയാൽ അത് നമ്മൾ എഴുതി വയ്ക്കും അല്ലേ, എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്തു നോക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ എഴുതി വെക്കാത്ത വ്യക്തികളാണെങ്കിൽ, എഴുതി വെക്കുന്ന ശീലമില്ലാത്തവരാണെങ്കിൽ എന്താണ്, അവർക്ക് ഒന്നുകിൽ നല്ല മെമ്മറി പവർ ഉണ്ടായിരിക്കണം, നല്ല ഓർമ്മശക്തിയുള്ള ആളുകളായിരിക്കണം ഒന്നുകിൽ അവർ. അല്ലെങ്കിൽ ഇഫ് ഹി കോൺഫർ ലിറ്റിൽ, അങ്ങനെ എന്താണ്, കോൺഫറൻസിലൊന്നും എൻഗേജ്ഡ് ആവാത്ത ആളുകളാണെങ്കിൽ ഹി ഹാവ് എ പ്രസൻറ്റ് വിറ്റ്, അയാൾക്കൊരു പ്രസൻറ്റ് വിറ്റ് ഉണ്ടായിരിക്കണം. അതായത് ഓൺ ദ സ്പോട്ടിൽ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളാണെങ്കിലും എന്താണ്, കോൺഫറൻസിലൊന്നും ഇൻവോൾവ്ഡ് ആയിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ദെൻ and if he read little, he need have much cunning to seem to know that he does not. എന്താണ് പറയുന്നത്, ഇനിയിപ്പോൾ വായനാശീലമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് തനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് എന്ന് നടിക്കാനുള്ളൊരു കഴിവുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ജസ്റ്റ് ലൈക്ക് റിഡിക്യൂൾ ചെയ്യാണ് ചെയ്യുന്നത്. നിങ്ങൾ നന്നായി വായിക്കുന്ന ആളല്ലെങ്കിൽ നല്ല അറിവുള്ള ഒരു വ്യക്തിയാണെന്ന് അഭിനയിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങൾ കോൺഫറൻസിലൊന്നും പങ്കെടുക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊന്നുകിൽ നന്നായി സംസാരിക്കാനുള്ള, ഓൺ ദ സ്പോട്ടിൽ സംസാരിക്കാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം, പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ അക്വയർ ചെയ്ത നോളേജ് എഴുതി സൂക്ഷിക്കാത്ത ഒരാളാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അത്രയും മെമ്മറി പവർ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെമ്മറി പവർ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കാനുള്ളൊരു കഴിവോ ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്നും ചെയ്യണ്ട. പക്ഷേ ഇതെന്താണ്, നമ്മളെ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ട് അതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താണ്, ഇതൊന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. ഇനി ഇത് നമ്മൾ റീഡ് ചെയ്യണം, കോൺഫറൻസ് ചെയ്യണം, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഈ ഒരു പോയിന്റ്സിലൂടെ ഫ്രാൻസിസ് ബേക്കൺ അവതരിപ്പിക്കുന്നത്. സോ നമ്മൾ റീഡ് ചെയ്യണം, അതുപോലെ തന്നെ കോൺഫറൻസിൽ ഇൻവോൾവ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് റൈറ്റിംഗ്, നമ്മളെ കെയർ ചെയ്തെടുത്ത നോളേജ് നമുക്ക് എഴുതി സൂക്ഷിക്കുകയും ആകാം. ഓക്കെ, ഒന്നുകൂടെ സമ്മപ്പ് ചെയ്യാം. റീഡിങ് മേക്സ് എ ഫുൾ മാൻ എന്ന് പറഞ്ഞു. ദെൻ കോൺഫറൻസ് മേക്സ് എ റെഡി മാൻ, റൈറ്റിംഗ് ആൻഡ് എക്സാക്റ്റ് മാൻ. ദെൻ എന്താണ് പറയുന്നത്, ഒരു പേഴ്സണാലിറ്റി, ഇഫ് എ മാൻ റീഡ് ലിറ്റിൽ, വളരെ കുറച്ച് മാത്രം വായിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്താണ്, അയാൾക്ക് ഒന്നുകിൽ ഒരു ഗ്രേറ്റ് മെമ്മറി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇഫ് ഹി കോൺഫർ ലിറ്റിൽ, കോൺഫറൻസിലൊന്നും ഇൻവോൾവ്ഡ് ആവാത്ത ഒരാളാണെങ്കിൽ എന്താണ്, അയാൾക്ക് ഒരു ഹാവ് എ പ്രസൻറ്റ് വിറ്റ്, ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. ആൻഡ് ഇനി അധികം വായിക്കാത്ത ഒരാളാണെങ്കിൽ എന്താണ്, എനിക്ക് എല്ലാം അറിയാം എന്ന് നടിക്കാൻ കഴിയുന്ന ഒരു സ്കിൽ ഉണ്ടായിരിക്കണം, അഭിനയിക്കാൻ കഴിയണം എന്നാണ് പറയുന്നത്. ഓക്കെ.